ലോക്സഭയിലേക്ക് ബി.ജെ.പിക്ക് ഒരു ബർത്തുണ്ടാക്കാൻ അജണ്ട പ്രകാരം ലക്ഷോപലക്ഷം മനുഷ്യർ നെഞ്ചേറ്റുന്ന ഒരു ക്ഷേത്രോത്സവം കാക്കിക്കൂട്ടത്തെ ഇറക്കി തെമ്മാടിപ്പണി കാണിച്ച് അലമ്പുണ്ടാക്കിയത് ഈ സൂപ്പർ ഡി.ജി.പി ആണെന്നൊരു ഭരണപക്ഷ എം.എൽ.എയുടെ ആരോപണ തുടർച്ചയിൽ പ്രതിപക്ഷ നേതാവ് ആകാശത്തേക്ക് ഒരു ഉണ്ടയില്ല വെടിവെച്ചതല്ല. ആ ക്രമസമാധാന ചുമതലക്കാരൻ ഏതു തീയതിയിൽ, ഏത് വഴിയിൽ, ഏത് വണ്ടിയിൽ പോയാണ് ആർ.എസ്.എസിന്റെ നേതാവിനെ കണ്ടതെന്നും ലക്ഷ്യമെന്താണെന്നും കൃത്യതയോടെ പറഞ്ഞതാണ് സതീശൻ. മുഖ്യമന്ത്രി ഇല്ല എന്ന് പറയട്ടെ, തെളിവടക്കം ഞാൻ പുറത്തുവിടാമെന്ന വെല്ലുവിളിയിൽ എന്തൊക്കെയോ കോമാളി പ്രതികരണങ്ങൾക്കൊടുവിൽ കേരളം അറിയുന്നു. മുഖ്യമന്ത്രിയുടെ പ്രിയങ്കരൻ, കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ.ഡി.ജി.പി രഹസ്യമായി ദുരൂഹമായി പോയി കണ്ടത് ദത്താത്രേയ ഹോസാബലയെ മാത്രമല്ല, റാം മാധവനെ കൂടിയാണ്. അങ്ങേയറ്റം സംഖ്യവൽക്കരിക്കപ്പെട്ട പോലീസിന്റെ ആസ്ഥാനം വഴുതക്കാടല്ല, അത് നാഗ്പൂരാണെന്ന ആരോപണം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്തെ കേട്ടതാണ്. ഇടതുപക്ഷ പ്രവർത്തകരെ തന്നെ വേട്ടയാടുന്നതിൽ, ന്യൂനപക്ഷ വിരുദ്ധതയിൽ പോലീസ് ആർ.എസ്.എസിന്റെ സ്ലീപ്പർ സെല്ലാണെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ ഏതെങ്കിലും വികസന വിരുദ്ധ വിദ്രോഹ സഖ്യമല്ല, ആനീരാജയാണ് CPI. അന്നേ ആരോപണ വിധേയരായ പോലീസിന്റെ രണ്ടാമൻ നടത്തിയ ആർ.എസ്.എസ് കൂടിക്കാഴ്ചകൾ നാടറിഞ്ഞത് ഇന്നലെയാണെങ്കിൽ സർക്കാരും സർക്കാരിന്റെ മുഖ്യമന്ത്രിയും അക്കാര്യങ്ങൾ അന്നേ അറിഞ്ഞതാണ്. എന്നിട്ടും ഒരു പോറൽ പോലും പറ്റാതെ ആ സൂപ്പർ ഡി.ജി.പി പൂണ്ടുവിളയാടെങ്കിൽ പ്രതിപക്ഷം പറയും മട്ടിൽ മുഖ്യമന്ത്രി താങ്കളുടെ മടിയിൽ കനമാണോ, പേടിയാണോ? ആർ.എസ്.എസുമായി സന്ധിയില്ലാ സമരമെന്ന രാഷ്ട്രീയ നയം കഴിവേറ്റിക്കൊന്ന് നാഗ്പൂരെ മേലാളന്മാരെ കൂട്ടുകാരനെ അഴിഞ്ഞാടാൻ വിട്ട് മുക്കിന് സ്റ്റേജ് കെട്ടി ആർ.എസ്.എസ് വിരുദ്ധതയും ന്യൂനപക്ഷ പ്രേമവും പ്രസംഗിക്കണമെങ്കിൽ ചില്ലറയാണോ രാഷ്ട്രീയ കാപട്യം? പൂരം കലക്കിയതിൽ റിപ്പോർട്ട് വരട്ടെ എന്നാണ് അവിടെ നിർത്തിത്തോൽപ്പിച്ച സ്ഥാനാർത്ഥി വി.എസ്. സുനിൽകുമാറിന്റെ പ്രതീക്ഷ. ആ പൂരം കലക്കിയ അധമപ്പണി അന്വേഷിച്ചത് ആരോപണ വിധേയൻ എ.ഡി.ജി.പി തന്നെയാണെങ്കിൽ ആ റിപ്പോർട്ടിൽ എന്ത് മണ്ണാങ്കട്ട ഉണ്ടാവാനാണ്? എ.ഡി.ജി.പി ആർ.എസ്.എസ് നേതാവിനെ പോയി കണ്ടാൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നത് കെ. സുരേന്ദ്രൻ അല്ല, സാക്ഷാൽ പാർട്ടി സെക്രട്ടറിയാണ്. എന്തൊരു വൃത്തികെട്ട അരാഷ്ട്രീയ പേച്ചാണ് മാഷേ. ആർ.എസ്.എസ് നേതാക്കളെ രഹസ്യമായി പോയി കണ്ട അജിത്തിനെ തള്ളിപ്പറയാൻ നാക്ക് പൊന്തുന്നില്ലെങ്കിൽ, അന്വേഷിക്കുമെന്നൊരു വാക്ക് പറയാൻ ധൈര്യമില്ലെങ്കിൽ, സംഘപരിവാരത്താർ കൊല ചെയ്യപ്പെട്ട രക്തസാക്ഷികളെ നിങ്ങൾ അവഹേളിക്കലാണ്, ഒറ്റുകൊടുക്കലാണ്. ഇപ്പോഴും ആ കാവിക്കൂടിക്കാഴ്ചയിൽ ഒരു പിഴവും CPM ബോധ്യപ്പെടുന്നില്ലെങ്കിൽ, ആഭ്യന്തര വകുപ്പിന്റെ മട്ടുപ്പാവിൽ നിന്നും രക്തസാക്ഷി ചോര കൊണ്ട് ചുവന്നയ ചെങ്കൊടി ഇറക്കിക്കെട്ടിയ ഒരു ആർ.എസ്.എസിന്റെ കാവിക്കൊടി പാറിക്കണം. അതും പോരെങ്കിൽ ആ സൂപ്പർ CM ശശിയെ പറഞ്ഞ് വീട്ടിൽ വിട്ട് ദത്താത്രേയ ഹോസാബലയെ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ സെക്രട്ടറിയാക്കണം ഗോവിന്ദ.